വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ നോട്ടിംഗം ടു യുണൈറ്റഡ് 1. ഈ വർഷത്തെ അവസാനത്തെ യുണൈറ്റഡ് വീഡിയോ ആണ്. സമാധാനമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം 2 ദിവസം മാത്രമാണ്, അല്ലെങ്കിൽ 2 കളികൾ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കട്ടെ, ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരട്ടെ. ഒരു ടീനേജ് പയ്യനിലാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ പറഞ്ഞു മടുത്തു. ഇപ്പോൾ ഏതൊരു തോൽവിക്ക് ശേഷം നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറയുന്ന സെയിം കാര്യങ്ങളും അതുപോലെ തന്നെ സെയിം മിസ്റ്റേക്സ് ഒക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ആഴ്സണലിനെതിരെ ഉള്ള മത്സരത്തിൽ ഓഡിഗാർഡ് അടിച്ചൊരു ഗോളുണ്ട്. അതുപോലെ അന്ന് തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ബോക്സിൻ്റെ പുറത്ത് അവിടെ നിൽക്കുന്ന ഒരു എപ്പോഴും എതിർ ടീമിനൊരു പ്ലെയർ ഫ്രീ ആയിട്ടുണ്ടാകും ബോൾ സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് അടിക്കാനായിട്ട്. ഇന്നലെ 2 തവണയാണ് അത് സംഭവിച്ചത്. രണ്ടാമത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തേക്ക് ആ പ്ലെയറിന്, ഏക്കർ കണക്കിന് സ്ഥലം. നമ്മുടെ പ്ലെയേഴ്സൊക്കെ എന്ത് ചെയ്യും, ആരെങ്കിലും ഒരാൾ അവനെ മാർക്ക് ചെയ്യണമല്ലോ, അത് ആരും തന്നെ ചെയ്തില്ല. അത് ചെയ്യേണ്ട പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ടോമിനിയുടെ പണിയായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം എടുക്കാം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി തൂങ്ങി വീഴുമായിരുന്നു പറയാം. പക്ഷെ ഒരു ബോറിംഗ് ഡ്രോയാണ് ഒരു തോൽവിനേക്കാൾ എപ്പോഴും തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചതെന്നുള്ള കാര്യം പറയും. അപ്പോൾ അവർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ചാൻസ് ഒന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോബി മൈനു അവിടെ നിന്നൊരു റീസൺ കൊണ്ടാണ്. കോബി മൈനു അവിടെ നിന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ബാക്ക് ഫോറിനെ ഷീൽഡ് ചെയ്യുന്നുണ്ടായി. ഒരു കൊച്ചു പയ്യനാണ്, അവൻ നന്നായിട്ട് തന്നെ ആ ജോബ് ചെയ്യുന്നുണ്ടായി എന്നുള്ളതാണ്. അതിന് ശേഷം ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ് ഉള്ള മക്ടോമിനി ഈ പറയുന്ന പോലെ 1-2 അവസരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയി മിഡ്ഫീൽഡ് പിന്നെ വൈഡ് ഓപ്പൺ ആയി. ആ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോള് വർഷങ്ങളായിട്ട് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതൊരു കൊച്ചു പയ്യനാണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത്രയൊക്കെ പൈസ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ബാക്കപ്പായിട്ട് മര്യാദയ്ക്ക് ഒരാളില്ല എന്നുള്ളതാണ്. മൗണ്ടിന് എന്തിനാണ് മേടിച്ചത്? ആ മൗണ്ടിനെ മേടിച്ച കാശ് കൊണ്ട് ഈ പറയുന്ന പോലെ ഹോൾഡിംഗ് കളിക്കാൻ പറ്റി ആരെങ്കിലും മേടിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് നമ്മുടെ പല റിസൾട്ടുകളും ഒത്തിരി മെച്ചപ്പെട്ടേനെ. അതുപോലെ തന്നെ ആൻ്റണിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. മറ്റൊരു ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ഈ ടെൻ ഹാഗ് പരിശീലിപ്പിച്ച 2 താരങ്ങളാണ്, അല്ലെങ്കിൽ ഒരേ സമയത്ത് അദ്ദേഹത്തിൻ്റെ അയാക്സ് ഉണ്ടായിരുന്നതാണ് കുഡൂസും അതുപോലെ തന്നെ ആൻ്റണിയും. കുഡൂസിൻ്റെ കളി കണ്ടിട്ടുണ്ടോ? എന്നെ കളി കളിക്കുന്ന വെസ്റ്റ് ഹാമിൽ അവൻ്റെ കാലുമേന്ന് ബോൾ പോകില്ല. അതുപോലെ തന്നെ അവൻ പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ റെഡിയാണ്. അത്രയും നന്നായിട്ടാണ് അവൻ കളിക്കുന്നത്. വെറും 40 മില്യണാണ് അവർ സൈൻ ചെയ്തത്. അതിൻ്റെ ഇരട്ടി മുടക്കിയിട്ടാണ് നമ്മൾ ആൻ്റണീനെ കൊണ്ടുവന്നത്. ഈ വർഷം 33 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചതിൽ ആ ഒരു ഗോൾ കോൺട്രിബ്യൂഷനാണ് ഉള്ളത്. ലോക തോൽവി, ലോക പരാജയം, ഇതിൽ നിന്ന് ഇനി ഒരു മെച്ചപ്പെടലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ആൻ്റണി കാരണമായിരിക്കും ടെൻ ഹാഗിൻ്റെ പണി പോകാൻ പോകുന്നത്. കാരണം പുള്ളി പെർസിസ്റ്റൻ്റ് ആയിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അറ്റാക്കേഴ്സിൻ്റെ കാര്യം ഒന്നും തന്നെ പറയുന്നില്ല. ആകെ ആ ഒരൊറ്റ ഗോൾ അടിച്ച മാർക്കസ് റാഷ്ഫോർഡിൻ്റെയും അതുപോലെ ഗാർനാച്ചോയുടെ ഇൻസിഡൻറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തോന്ന് അറ്റാക്കാന്നാണ്. ഫസ്റ്റ് ഹാഫിലൊക്കെ XG ആണ് 0.04. അതും 2 ക്രിയേറ്റീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ബാക്കിലുണ്ട് എന്നുള്ളതും കൂടി ഓർക്കുമ്പോഴാണ് ഒന്നും തന്നെ ക്രിയേഷനും വരുന്നില്ല, ടേക്ക് ഓണും വരുന്നില്ല, ഒന്നും തന്നെ വരുന്നില്ല. അടുത്ത വർഷം നല്ലൊരു ശുഭവർഷമാവുമെന്ന് വിശ്വസിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.